നമസ്കാരം. STV ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓൺലൈൻ ആപ്പ് വഴി കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത് ചേറ്റുപുഴ കണ്ണപുരം സ്വദേശി പ്രവീൺ മോഹൻ. പ്രതി 5 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയത് മൈക്ലബ് ട്രേഡ്സ് എന്ന ഓൺലൈൻ ആപ്പിലൂടെ. നിർത്തിയിടുന്ന വാഹനങ്ങളിൽ നിന്ന് ബാറ്ററി മോഷ്ടിക്കുന്ന സംഘം മങ്കര പോലീസിന്റെ പിടിയിലായത് മലപ്പുറം ആലിപ്പറമ്പ് സ്വദേശി മുഹമ്മദ് അഫ്സൽ, ചെർപ്പളശ്ശേരി സ്വദേശി അനന്തു എന്നിവർ. പ്രതികളെ പിടികൂടിയത് തേനൂരിൽ വെച്ച്. കുതിരാൻ തുരങ്കം അറ്റകുറ്റപ്പണി മന്ദഗതിയിൽ. ദുരിതയാത്രയ്ക്ക് ടോൾ പിരിവും നൽകണം. ഇരട്ട തുരങ്കങ്ങളിൽ പാലക്കാട്ടു നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള തുരങ്കത്തിന്റെ ബലപ്പെടുത്തൽ പ്രവൃത്തികൾ പൂർത്തിയാകാൻ 2 മാസമെങ്കിലും വേണമെന്ന് നിഗമനം. വാർത്തകൾ വിശദമായി. ഓൺലൈൻ ആപ്പ് വഴി കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. ചേറ്റുപുഴ കണ്ണപുരം സ്വദേശി പ്രവീൺ മോഹനെയാണ് തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. മൈക്ലബ് ട്രേഡേഴ്സ് എന്ന ഓൺലൈൻ ആപ്പ് വഴി 5 കോടി രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതിയാണ് പ്രവീൺ. തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനും പ്രൊമോട്ടറും പ്രവീൺ മോഹനായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ്. MCT എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് നൽകി 256 ദിവസം കൊണ്ട് നിക്ഷേപിച്ച പണം ഇരട്ടിയായി തിരികെ നൽകാമെന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകുകയായിരുന്നു രീതി. നിരവധി പേരിൽ നിന്ന് പണം വാങ്ങി തട്ടിപ്പ് നടത്തി. തൃശൂർ സിറ്റി സ്റ്റേഷനുകളിൽ മാത്രം 29 കേസുകൾ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2021 MCTയുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ FTL എന്നും ഗ്രൗണ്ട് ബക്സ് എന്നും പേരുമാറ്റി തട്ടിപ്പ് തുടരുകയായിരുന്നു. സുപ്രീം കോടതിയിൽ പ്രതി നൽകിയ ജാമ്യഹർജി തള്ളിയതോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും ബാറ്ററി മോഷ്ടിക്കുന്ന സംഘം പിടിയിൽ. മലപ്പുറം കാമ്പുറം കടക്കഞ്ചേരി ആലിപ്പറമ്പ് സ്വദേശി 24-കാരൻ മുഹമ്മദ് അഫ്സൽ, ചെർപ്പളശ്ശേരി ഇടയാറ്റിക്കൽ വീട്ടിൽ അനന്തു എന്നിവരെയാണ് മങ്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച പുലർച്ചെ തേനൂരിൽ നിർത്തിയിട്ട വാഹനത്തിൽ നിന്നും ബാറ്ററി മോഷ്ടിക്കാൻ ശ്രമിക്കവെയാണ് ഇവർ പോലീസ് പിടിയിലായത്. ശനിയാഴ്ച പുലർച്ചെ 1 മണിക്ക് തേനൂരിൽ വെച്ചാണ് ഇവരെ പോലീസ് പിടികൂടിയത്. തേനൂരിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിയിൽ നിന്നും ബാറ്ററി മോഷ്ടിക്കാനുള്ള ശ്രമം നടത്തവെയാണ് ഇവർ പിടിയിലായത്. ടിപ്പർ ഉടമയുടെ പരാതിയെ തുടർന്നാണ് പോലീസ് അന്വേഷണം നടത്തിയത്. മങ്കര പോലീസ് എത്തി ഇവർ സഞ്ചരിച്ച വാഹനം പിന്തുടർന്ന് പരിശോധിച്ചതിൽ 1 കൂടുതൽ ബാറ്ററികൾ വാഹനത്തിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണ വിവരം പുറത്തായത്. ആദ്യം പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങൾ പറഞ്ഞവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഒറ്റപ്പാലം, പട്ടാമ്പി, മങ്കര എന്നിവിടങ്ങളിൽ നിന്ന് പ്രതികൾ ബാറ്ററികൾ മോഷ്ടിച്ചതായി മൊഴി നൽകിയിട്ടുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിൽ ഇവർ മോഷണം നടത്തിയിട്ടുണ്ടോ എന്നും സംഘത്തിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണെന്ന് മങ്കര പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുതിരാൻ തുരങ്കം അറ്റകുറ്റപ്പണി മന്ദഗതിയിൽ. നിർമ്മാണം വൈകുന്നുവെന്ന് മാത്രമല്ല, ദുരിതമനുഭവിച്ച് യാത്ര ചെയ്യുന്നതിനൊപ്പം ടോൾ പിരിവും നൽകണമെന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. എന്ന് തീരുമെന്ന കൃത്യതയില്ലാതെ തുടരുകയാണ് കുതിരാൻ തുരങ്കത്തിലെ നിർമ്മാണ പ്രവൃത്തികൾ. ഇരട്ട തുരങ്കങ്ങളിൽ പാലക്കാട്ടു നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള തുരങ്കത്തിന്റെ ബലപ്പെടുത്തൽ ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രവൃത്തി തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും ഇനിയും പണികൾ പൂർത്തിയാകണമെങ്കിൽ 2 മാസമെങ്കിലും വേണമെന്നാണ് നിഗമനം. ജൂണിൽ തുരങ്കം ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. തുരങ്കത്തിന്റെ മുകൾ ഭാഗത്ത് ഇരുമ്പ് ആർച്ചുകൾ സ്ഥാപിച്ച് വെൽഡ് ചെയ്ത് കോൺക്രീറ്റിംഗ് നടത്തുന്ന ജോലികളാണ് പുരോഗമിക്കുന്നത്. അതേസമയം ജനുവരിയിൽ ആരംഭിച്ച പണികളിൽ പകുതി പൂർത്തിയായതായി നിർമ്മാണ കമ്പനി അധികൃതർ വ്യക്തമാക്കി. തുരങ്കത്തിന്റെ 962 മീറ്റർ ദൂരത്തിൽ പകുതി ഭാഗത്തെ നിർമ്മാണം നേരത്തെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കി 400 മീറ്ററിലെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു ദിവസം പരമാവധി 9 മീറ്റർ പണികളാണ് പൂർത്തിയാകുന്നത്. തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന ഭാഗത്തെ തുരങ്കം വഴി മാത്രമാണ് നിലവിൽ വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇത് പലപ്പോഴും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. അതിനിടെ സ്കൂൾ വാഹനങ്ങൾക്കുള്ള സൗജന്യം പിൻവലിക്കുന്നതായി ചൂണ്ടിക്കാട്ടി മാർച്ച് ആദ്യവാരം സ്കൂളുകൾക്ക് കമ്പനി കത്ത് നൽകിയിരുന്നു. അടുത്ത അധ്യയന വർഷം മുതൽ ടോൾ വാങ്ങാനാണ് നീക്കം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1990-91 SLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. റോയൽ 91 എന്ന പേരിൽ നടന്ന സംഗമം മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. 60ഓളം പൂർവ്വ വിദ്യാർത്ഥികളാണ് നീണ്ട 33 വർഷത്തിനു ശേഷം കലാലയമുറ്റത്ത് ഒത്തുചേർന്നത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് മങ്കര അധ്യക്ഷനായി.
സിനിമാ സംവിധായകൻ വിനോദ് മങ്കര, സിനിമാ നടൻ മുരളി മങ്കര, ഉണ്ണി വിശ്വനാഥ്, പ്രധാന അധ്യാപിക അജിത എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. കൂടാതെ പൂർവ്വ അധ്യാപകരെയും ഉപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം EP സുരേഷ്, പ്രധാന അധ്യാപിക അജിത, വാർഡംഗം ചന്ദ്രിക, പൂർവ്വ അധ്യാപകർ എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിലെ പൂർവ്വ അധ്യാപകരെ മങ്കര താവളത്തു നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് കലാലയമുറ്റത്തേക്ക് സ്വീകരിച്ചാനയിച്ചത്. സഹപാഠികളും അധ്യാപകരും തമ്മിൽ ഒരുമിച്ചിരുന്ന് ഗ്രൂപ്പ് ഫോട്ടോയും എടുത്താണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് സമാപനമായത്. തുടർന്ന് കലാപരിപാടികളും നടന്നു. നീണ്ട 33 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ആദ്യമായി ഈ അക്ഷരമുറ്റത്ത് ഒത്തുചേർന്നിരിക്കുന്നത്. ഇന്നിവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഗോകുലമാഷ്, അതുപോലെ തന്നെ ഗുരുക്കന്മാർ, അതുപോലെ തന്നെ വിനോദ് മങ്കര, മുരളി മങ്കര, ഉണ്ണി വിശ്വനാഥ് എന്നീ വിശിഷ്ട വ്യക്തിത്വങ്ങളെ കൂടി ഇന്ന് ഈ സദസ്സിൽ ആദരിക്കാൻ ഒരു അവസരം കിട്ടി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പുതുക്കോട് പുത്തരിപ്പാടം സുന്നി ജമാഅത്ത് പള്ളിയിൽ നേർച്ചയാഘോഷം നടന്നു. ദഫ്മുട്ടിന്റെ അകമ്പടിയോടെ മാപ്പിളപ്പാട്ടിന്റെ ശീലുകൾ ഇഴചേർത്ത് വർണ്ണാഭമായായിരുന്നു ആഘോഷം നടന്നത്. പുത്തിരിപ്പാടം സുന്നി ജമാഅത്ത് പള്ളിയുടെ നേതൃത്വത്തിലാണ് നേർച്ച ആഘോഷിക്കുന്നത്. ശനിയാഴ്ച രാവിലെ പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനയോടുകൂടിയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. ഉച്ചയ്ക്ക് ശേഷം 21 ദേശങ്ങളിൽ നിന്ന് ആനകളുടെയും വിവിധ വാദ്യതാളമേളങ്ങളുടെ അകമ്പടിയോടുകൂടി പള്ളിയിലേക്ക് നേർച്ചവരവ് ആരംഭിച്ചു. പുതുക്കോട്, കണ്ണമ്പ്ര പഞ്ചായത്തുകൾക്കൊപ്പം തന്നെ പഴയന്നൂർ പഞ്ചായത്തിൽ നിന്നും യുവജന സംഘടനകളുടെയും മറ്റും ആഭിമുഖ്യത്തിൽ നേർച്ചവരവ് പുത്തിരിപ്പാടം ജമാഅത്ത് പള്ളിയിലേക്കെത്തി. ചൂലിപ്പാടം, വെന്നൂർ, മാഞ്ചാടി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുമാണ് നേർച്ചവരവ് പതിവുള്ളത്. ഞായറാഴ്ച പുലർച്ചെ വിവിധ ദേശങ്ങളിൽ നിന്ന് നേർച്ചവരവ് പള്ളിയിലെത്തുന്നതോടുകൂടിയാണ് പുത്തിരിപ്പാടം നേർച്ചയാഘോഷത്തിന് സമാപനമാകുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവത്ഗീത നിത്യജീവിതത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം സംഘടിപ്പിച്ചു. ഗീതാമൃതം എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രഭാഷണ പരിപാടിയിൽ അരുണ ദിവാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. എനിക്ക് ഇന്നത്തെ ഈ ഭജന കേട്ടപ്പോൾ തോന്നിയതാണ്, ഭഗവാൻ കർമ്മയോഗത്തിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കർമ്മം ചെയ്യാം. നമ്മളൊക്കെ എല്ലാ ദിവസവും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. കർമ്മം ചെയ്യാതെ നമുക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ രാവിലെ എണീക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഓരോരുത്തരും അവരവരുടെ ജോലിക്ക് പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കർമ്മങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു യോഗമാക്കി ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഭഗവാൻ കർമ്മയോഗത്തിൽ കൂടി. 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത പ്രഭാഷണ പരിപാടിക്കു ശേഷം പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് C ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PC രാജീവ്, ട്രഷറർ AK മണികണ്ഠൻ, കമ്മിറ്റി അംഗങ്ങളായ K ഉണ്ണികൃഷ്ണൻ, P മുരളീധരൻ, N രാജഗോപാലൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ RMS ഓഫീസിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ ഒത്തുചേരൽ ചടങ്ങ് നടന്നു. A ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PK നാരായണൻകുട്ടി അധ്യക്ഷനായി. സബ് റിക്കാർഡ് ഓഫീസർ TR സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. TA അബ്ദുൽ ഹഫീഫ്, ജയകുമാർ, വൈദ്യനാഥൻ, വിജയചന്ദ്രൻ, NV വിനോദ്, A വേലായുധൻ, അരവിന്ദൻ, K മോഹനൻ, മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ബസ്സുകളുടെ അമിത വേഗത തടയാൻ ഹമ്പ് സ്ഥാപിച്ചു. ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അപകടങ്ങൾക്ക് തടയിടാനായി ഹമ്പുകൾ സ്ഥാപിക്കണമെന്ന 2019 നാറ്റ്പാക് നിർദ്ദേശം നടപ്പിലാക്കുന്നത് വർഷങ്ങൾക്കിപ്പുറം. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവിയുടെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് ക്രമീകരണ സമിതിയാണ് സുരക്ഷയൊരുക്കാൻ തീരുമാനിച്ചത്. ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ ഇറക്കം കഴിഞ്ഞ ശേഷം നീളത്തിലാണ് ഹമ്പ് സ്ഥാപിച്ചത്. ബസ് സ്റ്റാൻഡിലെ ബസ്സുകളുടെ വേഗം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. ഭൂരിഭാഗം ബസ്സുകളും സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ചയുടൻ വേഗത കൂട്ടുന്ന പ്രവണതയുണ്ട്. പ്രവേശന ഭാഗത്ത് ഇറക്കം കൂടിയായതിനാൽ സ്വാഭാവികമായി വേഗം കൂട്ടാനും സാധ്യതയുണ്ട്. നഗരസഭ മുൻകൈയെടുത്താണ് ഹമ്പ് സ്ഥാപിച്ചത്. 2019 നാറ്റ്പാക്കിന്റെ പഠനത്തിൽ ഹമ്പുകൾ ഒരുക്കുന്നതിന് നിർദ്ദേശമുണ്ടായിരുന്നു. അന്നത് നടപ്പാക്കിയിരുന്നില്ല. ഇപ്പോൾ സ്റ്റാൻഡിൽ വെച്ച് അതിഥി തൊഴിലാളി ബസ്സിടിച്ച് മരിക്കുന്ന സ്ഥിതി ഉണ്ടായതോടെയാണ് ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചത്. ഇതിനകം നിരവധി അപകടങ്ങളാണ് ബസ് സ്റ്റാൻഡിൽ നടന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഭാരതപ്പുഴയിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഷൊർണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന റെയിൽവേ പാലമാണ് പുനർനിർമ്മിക്കുന്നത്. ശനിയാഴ്ച പുലർച്ചെ 4 മണി മുതലാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്.
തൂണുകൾക്ക് കുഴപ്പമില്ലാത്തതിനാൽ അത് നിലനിർത്തും. റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉരുക്ക് ഗർഡറുകൾ പഴയത് മാറ്റി പുതിയത് വലിയ ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുകയാണ്. ദിവസത്തിൽ 2-3 ഗർഡറുകളാണ് മാറ്റുന്നത്. പുനർനിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ട്രെയിൻ സമയത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തും. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പ്രവൃത്തികൾ നടക്കുന്നത്. ഭാരതപ്പുഴയിൽ ആളിയാടാൻ തുറന്നതിനാൽ ഏതു നിമിഷവും വെള്ളം വരാനുള്ള സാധ്യതയുമുണ്ട്. ഉരുക്ക് ഗർഡറുകൾ ഉയർത്തിഘടിപ്പിക്കുന്നതിനായി വലിയ ക്രെയിൻ സംവിധാനങ്ങൾ കൊണ്ടുവന്നതിനെ തുടർന്നാണ് പുഴയ്ക്ക് കുറുകെ താൽക്കാലിക റോഡ് നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഓൺലൈൻ ആപ്പ് വഴി കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത് ചേറ്റുപുഴ കണ്ണപുരം സ്വദേശി പ്രവീൺ മോഹൻ. പ്രതി 5 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയത് മൈക്ലബ് ട്രേഡ്സ് എന്ന ഓൺലൈൻ ആപ്പിലൂടെ. നിർത്തിയിടുന്ന വാഹനങ്ങളിൽ നിന്ന് ബാറ്ററി മോഷ്ടിക്കുന്ന സംഘം മങ്കര പോലീസിന്റെ പിടിയിൽ. പിടിയിലായത് മലപ്പുറം ആലിപ്പറമ്പ് സ്വദേശി മുഹമ്മദ് അഫ്സൽ, ചെർപ്പുളശ്ശേരി സ്വദേശി അനന്തു എന്നിവർ. പ്രതികളെ പിടികൂടിയത് തേനൂരിൽ വെച്ച്. കുതിരാൻ തുരങ്കം അറ്റകുറ്റപ്പണി മന്ദഗതിയിൽ. ദുരിതയാത്രയ്ക്ക് ടോൾ പിരിവും നൽകണം. ഇരട്ട തുരങ്കങ്ങളിൽ പാലക്കാട്ടു നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള തുരങ്കത്തിന്റെ ബലപ്പെടുത്തൽ പ്രവൃത്തികൾ പൂർത്തിയാകാൻ 2 മാസമെങ്കിലും വേണമെന്ന് നിഗമനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.